എല്ലാ വീഡിയോകളിലും സാധാരണ ഞാനാണല്ലോ നിങ്ങളുടെ മുമ്പിലേക്ക് ഇതുപോലെ വീഡിയോ അവതരിപ്പിക്കാനായിട്ട് വരുന്നത്. ഇന്ന് അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് ഈ വീഡിയോ അവതരിപ്പിക്കുന്നത് ഞാനല്ല, പകരം മറ്റൊരാളാണ്. എൻ്റെ മകൾ ജൈത്ര ജയരാജ്. നമുക്ക് വെൽക്കം ചെയ്യാം ജൈത്ര ജയരാജിനെ. പാടി. അപ്പോൾ ഇവിടെ ഒരു അടിപൊളി മ്യൂസിക്കൊക്കെ ഇടാൻ നമുക്ക് അനന്തിനോട് പറയാം, എഡിറ്റ് ചെയ്യുമ്പോൾ ഈ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ജൈത്ര ഇങ്ങോട്ട് കയറി വരുന്നതാണ്. എനിവേ, നമ്മളിന്ന് അൺബോക്സ് ചെയ്യുന്നത് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളൊരു ടാബ്ലറ്റാണ്. ഇത് ഈ കാണുന്ന അൽക്കാറ്റലിൻ്റെ Tkee മിഡ് എന്ന പേരിലുള്ള ഒരു ടാബ്ലറ്റാണ് നമ്മൾ അൺബോക്സ് ചെയ്യുന്നത്. അപ്പോൾ കുട്ടികൾക്കുള്ള പ്രോഡക്റ്റ് ആയതുകൊണ്ട് തന്നെയാണ് ജൈത്രയെ കൊണ്ട് അൺബോക്സ് ചെയ്യിക്കാമെന്ന് വിചാരിച്ചത്. ഇത് തൽക്കാലം അങ്ങോട്ട് മാറ്റിയേക്കും. ഇനി ബോക്സിൽ എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. ഇത് ഈ ഒരു ടാബ്ലറ്റിൻ്റെ കേസാണ്. ഇതതിൻ്റെ ചാർജറും ചാർജിങ്ങിനുള്ള കേബിളും. ഇതതിൻ്റെ യൂസർ മാനുവലാണ്. ഇതിൻ്റെ സിം ഇജക്ടർ പിൻ. ഇനി നമുക്ക് ടാബിലേക്ക് വരാം. ഇനി നമുക്ക് ഈ ടാബ് ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. നമുക്കിതിൻ്റെ കേസ് ഒന്ന് ഇട്ട് നോക്കാം. അപ്പോൾ ജൈത്രയുടെ അൺബോക്സിങ് കണ്ടു. മോൾ ആദ്യമായിട്ടാണ് ഒരു പ്രോഡക്റ്റ് ഇതുപോലെ അൺബോക്സ് ചെയ്യുന്നത്. ജൈത്രയുടെ അൺബോക്സിങ് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാം. എനിവേ, നമുക്ക് ഈ ഒരു ടാബ്ലറ്റിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് ഞാൻ മോക്കും കാണുന്നവർക്ക് കൂടെ പറഞ്ഞുതരാം. അതായത് നമ്മൾ സാധാരണ ഫോണുകൾ അല്ലേ, നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് സമയം കുട്ടികൾ ഉപയോഗിക്കരുതെന്ന് അച്ഛൻ തന്നെ മോളോട് പറഞ്ഞു തരാറുണ്ട് അല്ലേ, കാരണം കണ്ണിന് പ്രശ്നമാണ്. പക്ഷേ ഈ ഒരു ടാബ്ലറ്റിനൊരു പ്രത്യേകതയുണ്ട്. അതായത് ഇത് കണ്ണിനധികം പ്രശ്നം ഉണ്ടാക്കില്ല. TUV റെയിൻലാൻഡ് സർട്ടിഫൈഡ് ആണ്. അതായത് സിമ്പിളായിട്ട് കൊച്ചു കുട്ടികൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞാൽ കണ്ണിന് പ്രശ്നം ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഡിസ്പ്ലേ അല്ല ഈ ടാബ്ലറ്റിനുള്ളത്. ഇതിനകത്തുനിന്ന് സാധാരണ നമ്മുടെ ഫോണിനകത്ത് നിന്നൊക്കെ ഒരു ബ്ലൂ കളറിലെ ലൈറ്റ് വരാറുണ്ട്. നമ്മൾക്ക് ബ്ലൂ എന്ന് അറിയത്തില്ല. അതാണ് കണ്ണിന് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാകുന്നത്. ആ ലൈറ്റിനെ ഇത് കട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ കുറേ സമയം നമ്മൾ ഈ ഒരു ടാബ് കൊച്ചുങ്ങൾ ഉപയോഗിച്ചാലും വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല. അതുപോലെ ഈ ഒരു ടാബിൻ്റെ ഒരു പ്രധാന ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ കുട്ടികളല്ലേ, നിങ്ങൾക്ക് കൂടുതൽ പഠിക്കുന്നതിനേക്കാൾ ഇഷ്ടം എന്താണ്, കളിക്കാനാണ് അല്ലേ. അപ്പോൾ കളിയിലൂടെ പഠിക്കുക എന്നുള്ളൊരു കൺസെപ്റ്റാണ്. ഇതിനകത്ത് ഒരുപാട് ഗെയിമുകളുണ്ട്. അപ്പം നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് സ്കൂളിൽ പോകുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഗെയിമൊക്കെ കളിച്ചുകൊണ്ടിരിക്കുക അതിനകത്ത്. പക്ഷേ ആ ഓരോ ഗെയിമിലൂടെയും നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാൻ കിട്ടും എന്നുള്ളതാണ് ഒരു രസം. അപ്പം എൻജോയ് ചെയ്ത് പഠിക്കാൻ സാധിക്കും എന്നുള്ളതാണ് പ്രത്യേകത. പിന്നെ അതുപോലെ നിങ്ങൾ ഒരുപാട് സമയം ഫോണായാലും എന്തായാലും കുറേ സമയം ഉപയോഗിച്ചുകൊണ്ട് ഒരേ സ്ഥലത്ത് ഇരിക്കുന്നത് നമുക്ക് ബുദ്ധിമുട്ടാണ്, ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാകും. അപ്പോൾ അതിനെന്ത് ചെയ്യുന്ന അറിയാം, ഈ ടാബിനകത്ത് ഒരു പ്രത്യേകത, നമ്മളൊരു 30 മിനിറ്റ് ഒരു അരമണിക്കൂർ നമ്മൾ തുടർച്ചയായിട്ട് ഇത് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതിനകത്ത് തന്നെ എഴുതി കാണിക്കും നിങ്ങൾ അരമണിക്കൂറായിട്ട് ഇതും കൊണ്ടിരിക്കുകയാണെന്ന്. ആ സമയത്ത് നമുക്ക് എണീറ്റ് നടക്കുകയും അങ്ങനെ നമ്മൾ ഓർമ്മപ്പെടുത്തലുകൾ ചെയ്യും ഈ ഒരു ടാബിനകത്ത് കൂടെ തന്നെ. പിന്നെ അതുപോലെ ഈ ഒരു ടാബ്ലറ്റ് കുട്ടികൾ, മോളെ പോലുള്ള കുട്ടികൾ ഉപയോഗിച്ചുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കുട്ടികളുടെ അച്ഛനമ്മമാർക്ക് നിങ്ങൾ എത്ര മണിക്കൂർ ഉപയോഗിച്ചു, നിങ്ങൾ എന്തൊക്കെ ഉപയോഗിച്ചു തുടങ്ങിയ കാര്യങ്ങൾ നോക്കാനും പറ്റും. അങ്ങനെ ഒരു പ്രത്യേകത കൂടി ഇതിനകത്തുണ്ട്. അതുപോലെ ഇതിനകത്ത് സിം കാർഡ് ഇടാൻ സാധിക്കും. ഇപ്പം അച്ഛനും അമ്മയും ജോലിക്ക് പോകുന്നു, മക്കൾ പിന്നെ വീട്ടിലിരുന്ന് ഇതുപോലെ ഓൺലൈൻ ക്ലാസ്സും മോളെ പോലെ ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്യുകയാണ്. മോളെ അച്ഛനും അമ്മയ്ക്കും ഒന്ന് വിളിക്കണമെങ്കിൽ മോക്കൊരു ഫോൺ വേണ്ട, ഈ ഒരു ടാബിനകത്ത് സിം ഇട്ടിട്ട് അച്ഛനും അമ്മയ്ക്ക് ഈ ടാബിലേക്ക് വിളിക്കാം. മോളെ നീ പഠിത്തമൊക്കെ എന്തായി, നീ ഇപ്പോൾ അവിടെ എന്ത് ചെയ്യുന്നു എന്നൊക്കെ തിരക്കാം. ഇനി അങ്ങനെ സിം ഇടുന്നതുകൊണ്ട് വേറൊരു ഗുണം കൂടെ ഉണ്ട്. മോളിപ്പോൾ വീട്ടിൽ നിന്ന് അല്ലെങ്കിൽ ഈ ടാബ് ഉപയോഗിക്കുന്ന കുട്ടികൾ വീട്ടിൽ നിന്ന് പുറത്ത് പോകാനിരിക്കട്ടെ, അവർക്ക് മൊബൈൽ ഡാറ്റ ആ സിമ്മിനകത്ത് ഉണ്ടെങ്കിൽ ഇൻ്റർനെറ്റ് ഉപയോഗിച്ച് പിന്നെ ആപ്ലിക്കേഷൻ കാണാനും പ്ലേ ചെയ്യാനും ഒക്കെ സാധിക്കും. അങ്ങനെ 4G ഇൻ്റർനെറ്റ് സംവിധാനവും മൊബൈൽ ഡാറ്റ അല്ലെങ്കിൽ സിം വഴി ഇതിനകത്ത് ലഭിക്കും. അതുപോലെ ഇതിനകത്ത് കിഡോമി എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഈ കിഡോമി എന്ന് പറയുന്ന ആപ്ലിക്കേഷനാണ് നമുക്ക് പഠിക്കാനുള്ള ഒരുപാട്, അല്ലെങ്കിൽ കളിയിലൂടെ പഠിക്കാനുള്ള ഒരുപാട് ആപ്ലിക്കേഷൻ ഇതിനകത്ത് നൽകുന്നത്. അതിനകത്ത് ഒരുപാട് ആപ്ലിക്കേഷൻ ഉണ്ട്. അത് 30 ദിവസത്തേക്ക് നമുക്ക് ഫ്രീ ആയിട്ട് നമുക്ക് ഇതിനകത്ത് കളിക്കാം. ആ കിഡോമി എന്ന ആപ്ലിക്കേഷനകത്ത് തന്നെ 25 എണ്ണം നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുകയും ചെയ്യും. എന്ന് വേണമെങ്കിലും ഫ്രീ ആയിട്ട് കളിക്കാം. ഇതിനകത്ത് കിഡോമിയിൽ ഒരുപാട് ആപ്ലിക്കേഷൻ ഉണ്ട് നമുക്ക് പഠിക്കാനും കളിക്കാനും ഉള്ളത്. അതിൽ 25 എണ്ണം ഫുൾ ഫ്രീ ആണ്. ഓക്കെ, ആ 25 കൂടുതലുള്ളത് 30 ദിവസം വരെ ഫ്രീ ആണ്. മനസ്സിലായില്ലേ? അങ്ങനെയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അതുപോലെ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് ആൻഡ്രോയിഡ് വെർഷൻ 10 ആണ്. ഇതിൻ്റെ ഭാരം എന്ന് പറയുന്നത് 290 ഗ്രാം മാത്രമേ ഉള്ളൂ. അതുപോലെ ഇതിൻ്റെ ബാറ്ററിയെ കുറിച്ച് പറഞ്ഞാൽ 4080 mAh ബാറ്ററിയാണ് ഇതിനകത്ത് നൽകിയിരിക്കുന്നത്. 5 മണിക്കൂർ 30 മിനിറ്റും കൊണ്ട് മാത്രമേ ഇത് ഫുൾ ചാർജ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇനി ഈ ഒരു ഡിസ്പ്ലേയുടെ സൈസ് എന്ന് പറയുന്നത് 8 ഇഞ്ചിൻ്റെ ടാബ്ലറ്റ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇതിനകത്ത് 2GB റാം 32GB ഇൻറ്റേർണൽ മെമ്മറിയാണ് നൽകിയിരിക്കുന്നത്. നമുക്ക് എക്സ്റ്റേണൽ മെമ്മറി ഉപയോഗിച്ചുകൊണ്ട് ഇതിൻ്റെ മെമ്മറി 256GB വരെ നമുക്ക് എക്സ്പാൻഡ് ചെയ്യാൻ സാധിക്കും. അതുപോലെ ഇതിനകത്ത് ക്യാമറയുണ്ട്, ബാക്കിലും ക്യാമറയുണ്ട്, ഫ്രണ്ടിലും ക്യാമറയുണ്ട്. അത് ശ്രദ്ധിച്ചായിരുന്നോ? നമുക്ക് വേണമെങ്കിൽ കുട്ടികൾക്ക് വെളിയിലേക്ക് കൊണ്ടുപോയി ഫോട്ടോ എടുക്കാൻ പറ്റും. അതുപോലെ ഫ്രണ്ട് ക്യാമറയുണ്ട്. അപ്പോൾ ബാക്കിൽ 5 മെഗാ പിക്സലിൻ്റെ ക്യാമറയും ഫ്രണ്ടിൽ 5 മെഗാ പിക്സലിൻ്റെ ക്യാമറയുണ്ട്. അപ്പോൾ ഫ്രണ്ട് ക്യാമറ ഉള്ളതുകൊണ്ടുള്ള ഗുണം എന്താ?
സെൽഫി എടുക്കാൻ മാത്രമല്ല, നിങ്ങൾക്ക് സ്കൂളിൽ നിന്ന് സൂം മീറ്റിങ്ങോ അല്ലെങ്കിൽ ഗൂഗിൾ മീറ്റ് വഴിയൊക്കെ ഓൺലൈൻ ക്ലാസ് ടീച്ചർമാരെ എടുക്കുമ്പോൾ ഈ ടാബ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യും. അച്ഛൻ്റെ അമ്മയുടെയും ഫോൺ ഇനി വേണ്ട, ഇതിനകത്ത് നമുക്ക് സൂം ഇൻസ്റ്റാൾ ചെയ്താൽ നമുക്ക് ഇനി ഇത് വെച്ച് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റും. മനസ്സിലായില്ലേ? അപ്പോൾ ഇത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഉപയോഗിക്കാവുന്ന രീതിയിൽ ഉപയോഗിക്കാം. ഈവൻ ഓൺലൈൻ ക്ലാസ് പോലും ഫ്രണ്ട് ക്യാമറ ഉള്ളതുകൊണ്ട് അറ്റൻഡ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതും പ്രത്യേകതയാണ്. അതുപോലെ FM റേഡിയോ ഉണ്ട്. വേണമെങ്കിൽ റേഡിയോയിൽ നിന്നുള്ള പാട്ട് ഇതിനകത്ത് കേൾക്കാൻ പറ്റും. ചാർജിങ്ങിന് Type C പോർട്ടാണ് ഇതിനകത്ത് നൽകിയിരിക്കുന്നത്. അതുപോലെ വൈഫൈ കണക്ടിവിറ്റി ഉണ്ട്. ബ്ലൂടൂത്ത് വെർഷൻ 5 ആണ്. അങ്ങനെ ഒരുവിധമുള്ള എല്ലാ സംവിധാനങ്ങളും, ഒരു സ്മാർട്ട് ഫോണിനകത്ത് വേണ്ടുന്ന എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. അപ്പോൾ കുട്ടികൾക്ക് കണ്ണിന് ഹാനികരമല്ലാത്ത ഡിസ്പ്ലേ, അതുപോലെ കളിയിലൂടെ പഠിക്കുക തുടങ്ങിയ കൺസെപ്റ്റാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഓൺലൈൻ ക്ലാസ്സിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് രക്ഷകർത്താക്കൾ കുട്ടികൾക്ക് ടാബ്ലറ്റ് വാങ്ങി കൊടുത്തിട്ടുണ്ട്. അത് നല്ല വിലയുള്ള ടാബ്ലറ്റൊക്കെയാണ് വാങ്ങി കൊടുത്തിരിക്കുന്നത്. ഒരു 10 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കാണെങ്കിൽ ഈ ഒരു ടാബ്ലറ്റ് ഓക്കെയാണെന്നല്ല, അടിപൊളിയാണ്. കാരണം അവരുടെ കണ്ണിന് യാതൊരുവിധ പ്രശ്നവും ഉണ്ടാക്കാത്ത ടാബ്ലറ്റാണ് ഇത് എന്നുള്ളതും, നിരവധി കളികളിലൂടെ അവർക്ക് കാര്യങ്ങൾ പഠിക്കാൻ സാധിക്കും എന്നുള്ളതും ഈ ഒരു ടാബ്ലറ്റിൻ്റെ പ്രത്യേകതയാണ്. അപ്പോൾ ഇതിൻ്റെ മോഡൽ നെയിം ഞാൻ ഒന്നുകൂടെ പറയുന്നു. അൽക്കാറ്റലിൻ്റെ Tkee മിഡ് എന്നാണ് ഇതിൻ്റെ ഒരു പേര്. അപ്പോൾ ഇതിൻ്റെ പ്രൈസിംഗ് എന്ന് പറയുന്നത് 9999 രൂപയാണ്. ആമസോണിൽ നിന്നും നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ടാബ്ലറ്റ് വാങ്ങാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ കുട്ടികൾക്ക് ഈ ഒരു ബുദ്ധിമുട്ടേറിയ കാലത്ത് വീട്ടിലിരുന്ന് ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതിനും അവരുടെ വിരസത മാറുന്നതിനും ഒക്കെ അവർക്ക് ആരോഗ്യത്തിന് പ്രശ്നമുണ്ടാക്കാത്ത ഒരു പ്രോഡക്റ്റ് തന്നെയാണ് അൽക്കാറ്റലിൻ്റെ Tkee മിഡ്. അപ്പോൾ ഇതുപോലെ പ്രയോജനപ്രദമായ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാവുന്ന പ്രതീക്ഷയോടെ സ്റ്റേ സേഫ്, ബൈ. അപ്പോൾ ഇത് അങ്ങോട്ട് പിടിക്കുക, ഇത് ഉപയോഗിച്ച് ഇനി സ്വന്തമായിട്ട് അങ്ങോട്ട് ഉപയോഗിക്കുക. ഓക്കെ, ശരി, ബൈ.